ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു. ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞ തുള്ളലാണ്. പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാനോ? പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല പോലും. പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെക്കുറിച്ചാണ്. സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയോടും SDPIയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിഖ് അലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ, പങ്കില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത്? സ്വാഭാവികമല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ? സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ? സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ? ആരെങ്കിലും അംഗീകരിക്കൂ? ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടായത്? ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത്? ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയൂ? ആ ഭാഷ ആരുടേതാണ്? അത് ചിന്തിക്കണം. അത് തീവ്രവാദികളുടേതാണ്. ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത്. അതേ അവരോട് പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ. ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ഞങ്ങളെല്ലാ വർഗീയതയ്ക്കും എതിരാണ്. RSSനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. വിട്ടുവീഴ്ചയില്ലാതെയല്ലേ എതിർക്കുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ RSS നേതൃത്വത്തിൽ സംഘപരിവാർ കാണിക്കുന്ന വർഗീയ നിലപാടിനോട് സമരസപ്പെടുന്ന നിലപാട് CPIM ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെയുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതാണ് CPIMന്റെ പ്രത്യേകത. എന്നാൽ RSSനെയും സംഘപരിവാറിനെയും മാത്രമല്ല, ഞങ്ങൾ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും എതിർക്കും. കാരണം അവരും വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ആ വർഗീയ നിലപാട് വർഗീയത വളർത്താനേ ഉപകരിക്കൂ. ഏതൊരു വർഗീയതയും മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. പരസ്പര പൂരകമാണിത്. അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് സന്ധിയില്ല.